എല്ലാവർക്കും KTU ദൈവം എന്ന യൂട്യൂബ് ചാനലിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്ത ശേഷം തൊട്ടടുത്തുള്ള ബെൽ ഐക്കൺ കൂടി എനേബിൾ ചെയ്ത് വെച്ചാൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി എത്തിച്ചേരുന്നതായിരിക്കും. എഞ്ചിനീയറിംഗുമായി ബന്ധപ്പെട്ട A to Z കാര്യങ്ങളായിരിക്കും നമ്മളുടെ ചാനലിൽ അപ്ലോഡ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. കീമിൻ്റെ ഒന്നാമത്തെ അലോട്ട്മെൻറ്റ് പ്രഖ്യാപിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഉടൻ തന്നെ രണ്ടാമത്തെ അലോട്ട്മെൻറ്റും വരുന്നതായിരിക്കും. അപ്പോഴാണ് നിങ്ങൾക്ക് ഏത് കോളേജിലാണോ അലോട്ട്മെൻറ്റ് കിട്ടിയിരിക്കുന്നത് അവിടെ അഡ്മിഷൻ എടുക്കാൻ വേണ്ടി പോകേണ്ടി വരിക. അപ്പോൾ അഡ്മിഷൻ എടുക്കാൻ വേണ്ടി നിങ്ങൾ കോളേജിലേക്ക് പോകുമ്പോൾ എന്തൊക്കെ ഡോക്യുമെൻറ്റ്സാണ് നിങ്ങൾ കയ്യിൽ കരുതേണ്ടത് എന്നതിനെ പറ്റിയാണ് നമ്മൾ ഈ വീഡിയോയിൽ നോക്കാൻ വേണ്ടി പോകുന്നത്. ഏറ്റവും ആദ്യമായി നിങ്ങൾ കയ്യിൽ കരുതേണ്ടത് ഏറ്റവും ലേറ്റസ്റ്റായി നിങ്ങൾക്ക് കിട്ടിയ അലോട്ട്മെൻറ്റ് മെമ്മോയുടെ 2 കോപ്പിയാണ്. അതോടൊപ്പം തന്നെ നിങ്ങളുടെ അഡ്മിറ്റ് കാർഡിൻ്റെ 2 കോപ്പിയും നിങ്ങൾ കയ്യിൽ കരുതേണ്ടതാണ്. അതോടൊപ്പം തന്നെ നിങ്ങൾ ഫീസ് അടച്ചതിൻ്റെ ഒറിജിനൽ റെസിപ്റ്റും കയ്യിൽ കരുതണം. അതുകൂടാതെ SSLCയുടെയും +2ൻ്റെയും ഒറിജിനലും അതോടൊപ്പം തന്നെ അറ്റസ്റ്റ് ചെയ്ത 2 കോപ്പി വീതവും കയ്യിൽ കരുതുക. അതുപോലെ തന്നെ ഡേറ്റ് ഓഫ് ബർത്ത് തെളിയിക്കുന്നതിനായി ബർത്ത് സർട്ടിഫിക്കറ്റും നേറ്റിവിറ്റി സർട്ടിഫിക്കറ്റും നിങ്ങൾ കയ്യിൽ കരുതേണ്ടതാണ്. അതുപോലെ തന്നെ നിങ്ങൾ കീം അപ്ലൈ ചെയ്ത സമയത്ത് ഏതെങ്കിലും സർട്ടിഫിക്കറ്റുകൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ സർട്ടിഫിക്കറ്റുകൾ നിങ്ങൾ കയ്യിൽ കരുതണം. ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ ഇപ്പോൾ നിങ്ങൾ നോൺ ക്രീമി ലെയർ സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾ കയ്യിൽ കരുതേണ്ടതാണ്. നിങ്ങൾ അലോട്ട്മെൻറ്റിന് അപ്ലൈ ചെയ്ത സമയത്ത് ഏത് സർട്ടിഫിക്കറ്റാണോ നിങ്ങൾ സ്കാൻ ചെയ്ത് അപ്ലോഡ് ചെയ്തത് അതേ സർട്ടിഫിക്കറ്റ് തന്നെ നിങ്ങൾ കയ്യിൽ കരുതണം. ചിലപ്പോഴൊക്കെ ചില വിദ്യാർത്ഥികൾ അതിനുശേഷം ചിലപ്പോൾ വേറെ സർട്ടിഫിക്കറ്റ് എടുക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ ചിലപ്പോൾ അങ്ങനെ കൊണ്ടുവന്നിട്ട് അത് അക്സെപ്റ്റ് ചെയ്യാത്ത സാഹചര്യം ഉണ്ടാവും. അപ്പോൾ അപ്ലോഡ് ചെയ്ത അതേ സർട്ടിഫിക്കറ്റ് തന്നെ നിങ്ങൾ കയ്യിൽ കരുതാൻ ശ്രദ്ധിക്കുക. നോൺ ക്രീമി ലെയർ, അതേപോലെ EWS സർട്ടിഫിക്കറ്റ്, കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റ്, ഇൻകം സർട്ടിഫിക്കറ്റ് എല്ലാവരും നിർബന്ധമായും കയ്യിൽ കരുതേണ്ടതാണ്. അതുപോലെ തന്നെ നിങ്ങൾ +2 പഠിച്ച സ്കൂളിൽ നിന്നും നിങ്ങൾക്ക് ലഭിച്ച TC, അതേപോലെ കോൺടാക്റ്റ് സർട്ടിഫിക്കറ്റ് എന്നിവ മേടിക്കണം. ഇപ്പോൾ നിങ്ങൾ +2 കഴിഞ്ഞ് 1 വർഷം റിപ്പീറ്റ് ചെയ്തിട്ട് അഡ്മിഷൻ എടുക്കാൻ വേണ്ടി പോകുന്ന വിദ്യാർത്ഥികളാണെങ്കിൽ നിങ്ങൾ കോൺടാക്റ്റ് സർട്ടിഫിക്കറ്റ് പുതിയതാണ് കയ്യിൽ കരുതേണ്ടത്. അത് കോൺടാക്റ്റ് സർട്ടിഫിക്കറ്റിന് 1 വർഷത്തെ കാലാവധിയേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾ +2 കഴിഞ്ഞ് 1 കൊല്ലം റിപ്പീറ്റ് ചെയ്ത വിദ്യാർത്ഥിയാണെങ്കിൽ നിർബന്ധമായും നിങ്ങളുടെ പഴയ കോൺടാക്റ്റ് സർട്ടിഫിക്കറ്റ് കോളേജിൽ നിങ്ങളുടെ സ്കൂളിൽ കൊണ്ടുപോയി കൊടുത്ത് അത് റിന്യൂ ചെയ്ത് പുതിയ സർട്ടിഫിക്കറ്റ് വാങ്ങിയിട്ട് വേണം അഡ്മിഷൻ എടുക്കാൻ വേണ്ടി വരാൻ. അതുപോലെ നിങ്ങൾ ഏതെങ്കിലും ഒരു ഗവൺമെൻറ് ഡോക്ടറുടെ അടുക്കൽ ചെന്നിട്ട് ഫിസിക്കൽ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റും കൈവശം വെക്കേണ്ടതാണ്. ഫിസിക്കൽ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് നിർബന്ധമായും വേണ്ടതാണ്. നിങ്ങൾക്ക് കാഴ്ച പരിമിതി പോലുള്ള പ്രശ്നങ്ങളൊന്നും ഇല്ല എന്ന് ഉറപ്പുവരുത്തിക്കൊണ്ട് ഏതെങ്കിലും ഒരു ഗവൺമെൻറ് മെഡിക്കൽ കോളേജിലെയോ ഗവൺമെൻറ് ആശുപത്രിയിലെയോ ഡോക്ടർ അദ്ദേഹത്തിൻ്റെ ഒപ്പും സീലും വെച്ച് തരുന്ന ഫിസിക്കൽ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് നിങ്ങൾ കയ്യിൽ കരുതേണ്ടതാണ്. അതുപോലെ തന്നെ അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് ആപ്ലിക്കബിൾ ആണെങ്കിൽ മാത്രം മൈഗ്രേഷൻ സർട്ടിഫിക്കറ്റും 2 പാസ്പോർട്ട് സൈസ് ഫോട്ടോയും കയ്യിൽ കരുതേണ്ടതാണ്. അതുപോലെ തന്നെ കോളേജിൽ നിന്ന് പറഞ്ഞിട്ടുള്ള അഫിഡവിറ്റും അണ്ടർടേക്കിങ്ങും അവർ പറഞ്ഞ അതേ ഫോർമാറ്റിൽ നിങ്ങളുടെ കയ്യിൽ കരുതേണ്ടതാണ്. ചില കോളേജുകളിൽ നിന്ന് നമ്മൾ അഡ്മിഷൻ എടുക്കാൻ വേണ്ടി ചെല്ലുന്നതിന് മുന്നേ അവർ നിങ്ങളുടെ പാസ്പോർട്ട് സൈസ് ഫോട്ടോ, സിഗ്നേച്ചർ, ചില ഡോക്യുമെൻറ്റ്സ് എന്നിവ സ്കാൻ ചെയ്ത് അവർ നിർദ്ദേശിക്കുന്ന കോളേജിൻ്റെ സൈറ്റിൽ അപ്ലോഡ് ചെയ്യാൻ വേണ്ടി പറയും. അപ്പോൾ നിങ്ങളത് അപ്ലോഡ് ചെയ്യണം. ഫോട്ടോയൊക്കെ ഒരു പ്രത്യേക സൈസിലും പ്രത്യേക ഫോർമാറ്റിലും അപ്ലോഡ് ചെയ്യാൻ വേണ്ടി പറയും. ചില കോളേജുകളിൽ നിന്നൊക്കെ അങ്ങനെ പറയാറുണ്ട്. അങ്ങനെ പറയുന്നവരാണെങ്കിൽ നിങ്ങൾ അത് അപ്ലോഡ് ചെയ്തിട്ട് പോവുകയാണെങ്കിൽ നിങ്ങളുടെ അഡ്മിഷൻ പ്രക്രിയ പെട്ടെന്ന് തീരും, സുഖമായി തീരും. ഇനി അഥവാ നിങ്ങൾ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ കോളേജിൽ എത്തുമ്പോൾ അവിടെ വെച്ച് ചെയ്യാനുള്ള സൗകര്യം അവരവർക്ക് തരുന്നതായിരിക്കും. പക്ഷേ അപ്പോൾ നിങ്ങൾക്ക് സമയം അധികമെടുക്കും. അപ്പോൾ അത് ശ്രദ്ധിക്കുക. നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ നിങ്ങൾ ചെയ്യുക. ചെയ്യാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ വിഷമിക്കേണ്ട ആരും. നിങ്ങൾ കോളേജിൽ ചെന്നാൽ അവർ തന്നെ നിങ്ങൾക്ക് ചെയ്തു തരുന്നതായിരിക്കും. ചിലപ്പോൾ ചില വിദ്യാർത്ഥികൾക്കൊക്കെ ഫോട്ടോ അപ്ലോഡ് ചെയ്യുന്നതിലും സിഗ്നേച്ചർ അപ്ലോഡ് ചെയ്യുന്നതിലും മറ്റ് സർട്ടിഫിക്കറ്റൊക്കെ കറക്റ്റ് പറഞ്ഞ സൈസിൽ അപ്ലോഡ് ചെയ്യാൻ ചിലപ്പോൾ ബുദ്ധിമുട്ടുകൾ നേരിടാറുണ്ട്. അങ്ങനെ സാഹചര്യം വന്നാൽ നിങ്ങളാരും വിഷമിക്കേണ്ടതില്ല. നിങ്ങൾ അത് കോളേജിൽ ചെല്ലുമ്പോൾ അവിടെ വെച്ച് അവർ അപ്ലോഡ് ചെയ്യാൻ നിങ്ങളെ സഹായിക്കുന്നതായിരിക്കും. അപ്പോൾ ആരും പേടിക്കേണ്ടതില്ല. അതുപോലെ തന്നെ ഫീസിൻ്റെ കാര്യം, ഫീസ് അടയ്ക്കേണ്ടത് കോളേജിൽ എത്തുന്നതിന് ചില മിക്ക കോളേജുകളും ചേരുന്നതിന് മുൻപ് തന്നെ ഫീസ് അടയ്ക്കാനുള്ള ഓപ്ഷൻ നിങ്ങൾക്ക് തരുന്നതായിരിക്കും. പ്രത്യേകിച്ച് PTA ഫണ്ട് പോലുള്ള
ഇതെല്ലാം കോളേജിൽ പോകുന്നതിന് മുന്നേ ഓൺലൈനായി അടയ്ക്കുന്ന സംവിധാനങ്ങൾ മിക്ക കോളേജുകൾക്കും ഉണ്ട്. ഇനി അത് പറ്റില്ല ഉണ്ടെങ്കിൽ അവിടെ ചെന്നും അടയ്ക്കാനുള്ള സംവിധാനം എല്ലാ കോളേജുകളും പ്രൊവൈഡ് ചെയ്യുന്നതാണ്. ഇനി നിങ്ങൾക്ക് പോയ ദിവസം അഡ്മിഷൻ എടുക്കാൻ ചെല്ലുന്ന ദിവസം അടയ്ക്കാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ മറ്റൊരു ദിവസം മറ്റെപ്പോഴെങ്കിലും നിങ്ങൾക്ക് സാധിക്കുന്ന സമയത്ത് അപ്ലോഡ് ചെയ്യുന്ന അടയ്ക്കാവുന്ന സംവിധാനവും എല്ലാ കോളേജുകളും പ്രൊവൈഡ് ചെയ്യുന്നതാണ്. അപ്പോൾ ഈ വീഡിയോ ഇൻഫോർമേറ്റീവായി തോന്നുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ ഞങ്ങളോട് കമൻറ്റ് ബോക്സിലോ അല്ലെങ്കിൽ ചുവടെ കൊടുത്തിരിക്കുന്ന ലിങ്ക് വഴി ഞങ്ങളുടെ KTU ദൈവം എന്ന വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്തോ നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ്. നിങ്ങളുടെ എല്ലാ ചോദ്യങ്ങൾക്കും ഉത്തരം നൽകാൻ ഞങ്ങളെപ്പോഴും സന്നദ്ധരായി നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ടാവും. അപ്പോൾ എല്ലാവരും വീഡിയോ ഇൻഫോർമേറ്റീവ് തോന്നുകയാണെങ്കിൽ ഷെയർ ചെയ്യാനും മറക്കരുത്. നന്ദി.